വിഷു റിലീസ് ചിത്രങ്ങളായ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന മലയാള സിനിമയെക്കുറിച്ചാണ്. അടുത്തിടെ ഇറങ്ങിയ പല ചിത്രങ്ങളുടെ ലൊക്കേഷനുകളും കഥ നടക്കുന്ന പശ്ചാത്തലവും കേരളത്തിന് പുറത്തുള്ളവയാണ്. പ്രത്യേകിച്ച് സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളിൽ കൂടുതലും കഥാപശ്ചാത്തലം കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളാണ്. 100 കോടി ക്ലബിലെത്തിയ പ്രേമലു, 200 കോടി ക്ലബിലെത്തിയ മഞ്ഞുമൽ ബോയ്സ്, അടുത്തിടെ ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ആവേശം, ആടുജീവിതം, എല്ലാ സിനിമകളുടെയും കഥ നടക്കുന്നത് കേരളത്തിന് പുറത്താണ്. ഈയൊരു ലിസ്റ്റിൽ ആദ്യമെത്തിയ ചിത്രം പ്രേമലുവായിരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ സിനിമകൾക്ക് ശേഷം ഗിരീഷ് എഡി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പ്രേമലു. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രേമലു തിയേറ്ററുകളിൽ നിറഞ്ഞോടിയത്. നസ്ലൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലെത്തിയ പെർഫെക്റ്റ് റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആയിരുന്നു. ജാനേമനിന് ശേഷം ചിദംബരത്തിന്റെ സംവിധാനത്തിൽ യുവതാരനിര ഒന്നിച്ച മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു രണ്ടാമതെത്തിയ ചിത്രം. കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലെ ഗുണ കേവിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പറയുന്ന ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിന്റെ സെറ്റിട്ടത് കേരളത്തിലാണെങ്കിലും പ്രധാനമായും കൊടൈക്കനാലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചിത്രം മുന്നോട്ട് പോയത്. ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടാൻ മഞ്ഞുമൽ ബോയ്സിന് സാധിച്ചിരുന്നു. മലയാളത്തിലെ ആദ്യ 200 കോടി ക്ലബ്ബ് ചിത്രം എന്ന ഖ്യാതിയും മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കി. മൂന്നാമതെത്തിയ ചിത്രമായിരുന്നു ആടുജീവിതം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇത്. പൃഥ്വിരാജ് നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം സൗദി അറേബ്യയുടെ പശ്ചാത്തലത്തിൽ നടന്ന കഥയായിരുന്നു. വിഷു റിലീസ് ചിത്രമായ ആവേശം ബാംഗ്ലൂർ പശ്ചാത്തലമാക്കിയായിരുന്നു ഒരുങ്ങിയത്. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വീണ്ടും ബാംഗ്ലൂർ ഒരു പ്രധാന കഥാപാത്രമായി. ഫഹദ് ഫാസിൽ രംഗൻ എന്ന ഗുണ്ടാ കഥാപാത്രത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. ചിത്രത്തിന് തിയേറ്ററിൽ മികച്ച പ്രതികരണമാണ് ഇപ്പോഴും ലഭിക്കുന്നത്. വിഷു റിലീസായി എത്തിയ അടുത്ത ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. സിനിമ ആഗ്രഹവുമായി തമിഴ്നാട്ടിലെ കോടമ്പക്കത്തേക്ക് പോകുന്ന 2 സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ചിത്രത്തിന്റെ വലിയൊരു ഭാഗവും കഥ നടന്നത് തമിഴ്നാട്ടിലാണ്. ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും മിന്നും പ്രകടനം കാഴ്ചവെച്ച ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്.